PM ഹർഷോ കൂടി ചേരുന്നുണ്ട്. ഹർഷോ, അറസ്റ്റ് ചെയ്യപ്പെട്ട 5 പേരിൽ 4 പേരും KSUക്കാർ ആണെന്നും റിമാൻഡ് ചെയ്യപ്പെട്ട ഏതാണ്ട് ഏറെക്കുറെ എല്ലാവരും KSUവുമായി ബന്ധമുള്ളവരാണെന്നുള്ള തെളിവുകൾ സഹിതം പുറത്തു വന്നിട്ടും അവരൊന്നും കേസിന്റെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളല്ല, അതുകൊണ്ട് അവർക്കെതിരെ നടപടിയെടുക്കാനാകില്ല, പുറത്താക്കാനാകില്ല, തള്ളിപ്പറയാനാകില്ല എന്നുള്ളത് ഒരു വാദം. രണ്ടാമതായി, SFI ഭരിക്കുന്ന ക്യാമ്പസുകളിൽ ഈ നിലയിലുള്ള ലഹരി ഇടപാടുകൾ ഉണ്ടാകുമ്പോൾ SFI അത് അറിഞ്ഞില്ലേ? KSUക്കാർ നടത്തുന്ന ലഹരി ഇടപാടിനെ കുറിച്ചാണ് ചോദ്യം. KSUക്കാർ നടത്തുന്ന ലഹരി ഇടപാടിനെ തടയാൻ SFIക്ക് എന്തുകൊണ്ടാകുന്നില്ല എന്നുള്ളതാണ് മറുചോദ്യം. ഹർഷോ, ഇതില് കോൺഗ്രസിന്റെ പ്രതിനിധി സംസാരിച്ചുകൊണ്ടിരുന്നതിന്റെ അവസാന ഭാഗങ്ങൾ കേട്ടു. ഈ പറഞ്ഞ 2 വാദങ്ങളും എത്രമേൽ ബാലിശാണെന്നുള്ളതിനെ സംബന്ധിച്ച് ഇത് കണ്ടുകൊണ്ടും കേട്ടുകൊണ്ടും ഇരിക്കുന്ന ആളുകൾക്ക് ബോധ്യപ്പെടും എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളെ മുൻപില് ഈ ദിവസങ്ങളില് ഈ പറഞ്ഞ 2-3 ദിവസങ്ങൾക്കിടയിൽ കേരളത്തിൽ നടന്നിട്ടുള്ള മയക്കുമരുന്ന് വേട്ട, ലഹരി വേട്ട, അതിന്റെ കണക്കുകളും വിശദാംശങ്ങളൊക്കെ സർക്കാർ സംവിധാനങ്ങൾ പുറത്തേക്ക് വിട്ടിട്ടുണ്ട്. ഓരോ ദിവസവും അത്രമേൽ ജാഗ്രതയോടുകൂടി എക്സൈസ് സംവിധാനവും പോലീസ് സംവിധാനവും ഇടപെടുകയും വിവിധങ്ങളായ ഇടങ്ങളിൽ റെയ്ഡ് നടത്തുകയും ഈ പറഞ്ഞ പോലെ മയക്കുമരുന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ ഈ പറഞ്ഞ ഗഞ്ചാവ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുള്ള അറസ്റ്റുകൾ, കസ്റ്റഡി എടുക്കലൊക്കെ നടക്കുന്നുണ്ട്. 100 കണക്കിന് കേസുകൾ പിടിക്കപ്പെടുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഒന്നിലധികം ദിവസമായി കളമശ്ശേരി പോളിടെക്നിക്കിലെ വിഷയം നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്? അതിന്റെ കാരണം നമുക്ക് മുൻകാലങ്ങളിൽ പരിചിതമല്ലാത്ത വിധം കിലോ കണക്കിന് കഞ്ചാവ് ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിന്റെ ഹോസ്റ്റലിൽ സമാഹരിക്കുകയും അത് അവിടെ നിന്നും വിപണനത്തിന് വേണ്ടിയിട്ട് വിദ്യാർത്ഥികൾ നേതൃത്വം കൊടുക്കുകയും ചെയ്യുന്ന അപൂർവപൂർവമായ സാഹചര്യം ഉണ്ടായി. നമ്മുടെ മുൻപിൽ ഇതിനു മുൻപ് കണ്ടിട്ടില്ലാത്ത നിലയിലേക്കുള്ള സാഹചര്യം ഉണ്ടായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പൊ 3-ാം ദിവസവും ഈ വിഷയം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ നമ്മുടെ മുൻപിൽ ആരാണ് ഇത് ക്യാമ്പസിനകത്തേക്ക് എത്തിച്ചത്? അവർ ഈ പറഞ്ഞ പോലെ പിടിക്കപ്പെടുന്ന ഘട്ടത്തിൽ എന്താണ് ചെയ്തത്? അവരുടെ രാഷ്ട്രീയ പശ്ചാത്തലം എന്ത് എന്നുള്ള ശരിക്കും 3-ാമത്തെ ചോദ്യം, രാഷ്ട്രീയ പശ്ചാത്തലം എന്ത് എന്നുള്ളതിനെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ അതല്ല ഗൗരവത്തിൽ ചർച്ച ചെയ്യേണ്ടത് എന്നുള്ള അഭിപ്രായമാണ് ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അത്രയും. പക്ഷേ ഇതിലെവിടെയെങ്കിലും കൊണ്ടുപോയി രാഷ്ട്രീയം കെട്ടുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമം ആരംഭിച്ചത് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവും മുൻ പ്രതിപക്ഷ നേതാവുമായിരുന്നു. അവർ ഈ വിപത്തിനെ ഉന്മൂലനം ചെയ്യുക എന്നുള്ളതിന്റെ അപ്പുറത്ത് ഇതിൽ നിന്ന് എങ്ങനെ രാഷ്ട്രീയ ലാഭം കൊയ്യാം എന്നുള്ളതായിരുന്നു അവരുടെ ചിന്തയിലേക്ക് വന്ന ആദ്യ പരിഗണന. അതിന്റെ തുടർച്ചയിലായിരുന്നു അവരുടെ പ്രതികരണങ്ങൾ ഉണ്ടായത്. ഏറ്റവും ഒടുവിൽ ഇതിന്റെ കൂടുതൽ അറസ്റ്റുകൾ നടക്കുമ്പോൾ അല്ലെങ്കിൽ ഇതിന്റെ വിശദാംശങ്ങൾ പുറത്തേക്ക് വരുമ്പോൾ എന്തായാലും അവർ തുടങ്ങി വെച്ച സ്ഥിതിക്ക് നമുക്ക് ഇവരുടെയൊക്കെ രാഷ്ട്രീയം പരിശോധിക്കാം. അങ്ങനെയാണല്ലോ, അവരാണല്ലോ തുടങ്ങിയത്. സ്വാഭാവികമായിട്ട് രാഷ്ട്രീയം പരിശോധിക്കുമ്പോൾ എന്താ സ്ഥിതി? ആ ക്യാമ്പസിനകത്തെ KSUവിന്റെ യൂണിറ്റ് ഭാരവാഹികൾ, യൂണിറ്റ് കമ്മിറ്റി അംഗങ്ങൾ, സജീവ KSU പ്രവർത്തകർ ഉൾപ്പെടെയുള്ള ആളുകൾ കിലോ കണക്കിന് കഞ്ചാവ് ക്യാമ്പസിലെത്തിക്കുകയാണ്. കഞ്ചാവ് ക്യാമ്പസിലെത്തിച്ച് അവർ താമസിക്കുന്ന മുറിക്കകത്ത് വെച്ച് ചെറു പാക്കറ്റുകളിൽ, ചെറു പൊതികളിലാക്കി ഈ പറഞ്ഞ പോലെ നേരത്തെ അഡ്വാൻസ് പണം വാങ്ങി അഡ്വാൻസ് ബുക്കിംഗ് ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞ KSUക്കാരുടെ കഞ്ചാവ് കച്ചവടത്തിന്. ഇങ്ങനെ വിദ്യാഭ്യാസ സ്ഥാപനത്തിനകത്ത് കഞ്ചാവ് കച്ചവടം ചെയ്ത് പണം സമ്പാദിക്കുന്ന നിലയിലേക്ക് ഉത്തരവാദിത്തപ്പെട്ട KSUവിന്റെ നേതാക്കൾ വരികയാണ്. അവരെ പിടിക്കപ്പെടുകയാണ്. ഇത് സമൂഹം ചർച്ച ചെയ്യാണ്. അപ്പൊ ചോദിക്കുക, നിങ്ങൾക്കല്ലേ യൂണിയൻ, നിങ്ങൾക്ക് എന്ത് ചെയ്യും? നിങ്ങൾക്ക് അത് തടയാൻ വേണ്ടി പാടില്ലായിരുന്നോ? നിങ്ങൾ യൂണിയൻ ഭരിക്കുന്ന ക്യാമ്പസ് ആയതുകൊണ്ടല്ലേ KSU കഞ്ചാവ് കച്ചവടം നടത്തിയത് എന്നൊക്കെയാണ് ഇപ്പോ ഉത്തരവാദിത്തപ്പെട്ട കോൺഗ്രസിന്റെയും യൂത്ത് കോൺഗ്രസിന്റെ ഒക്കെ നേതാക്കന്മാര് ചാനൽ ഫ്ലോറിൽ വന്നിരുന്ന് ചോദിക്കുന്നത്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ ഈ കഴിഞ്ഞ നാടുകളിലൊക്കെ വളരെ കൃത്യമായിട്ട് കളമശ്ശേരി പോളിയിലെന്നല്ല കേരളത്തിലെ മുഴുവൻ ക്യാമ്പസിനകത്തും SFI അതിശക്തമായി ഈ വിപത്തിനെതിരായിട്ടുള്ള ക്യാമ്പയിൻ പ്രവർത്തനങ്ങളിൽ ഏറ്റെടുത്തുകൊണ്ടിരിക്കുകയാണ്. പല ഘട്ടങ്ങളിലും മയക്കുമരുന്ന് മാഫിയ സംഘവുമായി നേരിട്ട് ഏറ്റുമുട്ടിക്കൊണ്ടിരിക്കുകയാണ്. അത് കളമശ്ശേരി പോളിയിലെന്നല്ല കേരളത്തിലെ സകലമാന ക്യാമ്പസുകൾക്കകത്തും എവിടെയെല്ലാം ഈ തെറ്റായ വിപത്ത് കടന്നു വരുന്നുണ്ടോ അതിനെതിരായിട്ടുള്ള നിലപാട് ഞങ്ങൾ സ്വീകരിക്കുന്നുണ്ട്. ഇവരെ സംബന്ധിച്ച് മറിച്ചാണ് അനുഭവം എന്നുള്ളതാണ്. ഇപ്പൊ നമ്മുടെ മുൻപിൽ മറ്റൊരു പോളിടെക്നിക് ഉണ്ടല്ലോ, 1 വർഷം തികഞ്ഞിട്ടില്ലല്ലോ, വയനാട് മേപ്പാടി പോളിടെക്നിക്, മേപ്പാടി ഗവൺമെന്റ് പോളിടെക്നിക്. അവിടെ ഞങ്ങളുടെ സംസ്ഥാന കമ്മിറ്റി അംഗ സഖാവ് അപർണ ഗൗരിയെ ആക്രമിച്ച ഈ ലഹരി മരുന്ന് മാഫിയ സംഘത്തിന്റെ പേര് ട്രാബിയോക്ക് എന്നായിരുന്നു. അതിന് നേതൃത്വം കൊടുത്ത ആളുകൾ KSUവിന്റെയും MSFന്റെയും ആ ക്യാമ്പസിലെ നേതൃത്വത്തിലുള്ള ആളുകളായിരുന്നു. എത്രയോ അനുഭവങ്ങൾ ഇപ്പൊ ഈ ദിവസങ്ങളിൽ തന്നെ, ഇപ്പൊ ഇന്നലെയും ഇന്നും ഒക്കെയായി പുറത്തേക്ക് വരുന്ന വാർത്തകൾ എന്താ? 2 ദിവസം മുൻപാണ് KSUവിന്റെ ഒരു 2 ആഴ്ച മുൻപാണ് KSUവിന്റെ ഇടുക്കിയിലെ ജില്ലാ ജനറൽ സെക്രട്ടറി, അവരുടെ ജില്ലാ പ്രസിഡന്റ് കഴിഞ്ഞാൽ തൊട്ടടുത്ത ഏറ്റവും ഉത്തരവാദിത്വപ്പെട്ട നേതാവ് ജില്ലാ ജനറൽ സെക്രട്ടറി എന്താ അദ്ദേഹത്തിന്റെ വിനോദം? അദ്ദേഹത്തിന്റെ സംഘടനാ പ്രവർത്തനം കഴിഞ്ഞാൽ പിന്നീടുള്ള വിനോദം ഇതര സംസ്ഥാനങ്ങളിൽ പോവുക, MDMA ഉൾപ്പെടെയുള്ള ലഹരി ഈ പറഞ്ഞ പോലെ കേരളത്തിലേക്ക് എത്തിക്കുക, എന്നിട്ട് ഇടുക്കി ജില്ലയിലെ വിവിധങ്ങളായ ക്യാമ്പസുകളിൽ കൊണ്ടുപോയി ഈ ലഹരി കച്ചവടം നടത്തുക KSUവിന്റെ ജില്ലാ ജനറൽ സെക്രട്ടറി.
അദ്ദേഹം എല്ലാ ക്യാമ്പസിലും പോകുമ്പോൾ അലോഷ്യസ് സേവ്യർ കരുതി ഇയാൾ പറന്ന് നടന്ന് സംഘടനാ പ്രവർത്തനം നടത്തുക എന്നുള്ളതായിരുന്നു. പക്ഷേ എക്സൈസിൽ പിടിച്ചപ്പോഴാണ് ബോധ്യപ്പെട്ടത് ഇയാൾ പറന്ന് നടന്ന് ക്യാമ്പസുകളിൽ കൂടെ നടന്നുകൊണ്ടിരുന്നത് ഈ പറഞ്ഞ MDMA കച്ചവടം ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളത്. ഇപ്പൊ തൊട്ടടുത്ത ദിവസമാണല്ലോ ഈ 2 ദിവസം മുൻപാണല്ലോ പുറത്തു വന്നത് തൃശ്ശൂരെ KSUവിന്റെ ജില്ലാ പ്രസിഡന്റുമായി ബന്ധപ്പെട്ട ഫോട്ടോയും വിശദാംശങ്ങളും. ഈ പറഞ്ഞ KSUവിന്റെ ജാഥ എറണാകുളത്തൂടെ കടന്നു പോകുന്ന ഘട്ടത്തിൽ തന്നെയാണല്ലോ ആ ജാഥയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന തൃശ്ശൂരെ KSU ജില്ലാ പ്രസിഡന്റിന് സ്വീകരണം നൽകുന്നതിന് വേണ്ടി എറണാകുളത്തെത്തി പാർട്ടി നടത്തിയത് ആരാ? അത് മരട് അനീഷാണ്. മരട് അനീഷിന്റെ പേരിൽ കേരളത്തിൽ രജിസ്റ്റർ ചെയ്യപ്പെട്ടുള്ള കേസുകൾ എന്തൊക്കെയാ? അത് MDMA ആണ്, ലഹരി കടത്താണ്, ലഹരി കച്ചവടമാണ്, ഈ പറഞ്ഞ പോലെ കുഴൽപ്പണ ഇടപാടാണ്, ഗുണ്ടാ കൊട്ടേഷൻ, മാഫിയ പ്രവർത്തനാണ്. ഈ മാഫിയ പ്രവർത്തകൻ, ലഹരി മരുന്ന് കടത്തുകാരൻ KSUവിന്റെ ജില്ലാ പ്രസിഡന്റ് ഉറ്റ ചങ്ങാതിയാക്കുകയാണ്. KSU ജില്ലാ പ്രസിഡന്റ് എറണാകുളത്ത് എത്തുമ്പോൾ കെട്ടിപ്പിടിക്കാനും സ്വീകരിക്കാനും മരട് അനീഷ് എത്തുകയാണ്. ഇവര് ധാർമ്മികത ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഈ പറയുന്നതിനകത്തൊക്കെ എന്തെങ്കിലും ഒരു മാന്യത ഈ പറഞ്ഞ കോൺഗ്രസിനും KSUവിനും യൂത്ത് കോൺഗ്രസിനും കണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗോകുൽ ഗുരുവായൂരും KSU ജില്ലാ പ്രസിഡന്റ് അല്ലേ, അയാളും ഈ കഞ്ചാവ് കച്ചവടക്കാരൻ, MDMA കച്ചവടക്കാരൻ മരട് അനീഷും തമ്മിലുള്ള ബന്ധം എന്ത് എന്നുള്ളതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാവണ്ടേ? അല്ലെങ്കിൽ ആ വഴിവിട്ട ബന്ധത്തിന് അല്ലെങ്കിൽ ഈ മരട് അനീഷിന്റെ MDMA കച്ചവടത്തിന് ഗോകുൽ ഗുരുവായൂരിന് പങ്കിട്ടോന്ന് അന്വേഷിക്കാൻ വേണ്ടി തയ്യാറാവണ്ടേ? ഉണ്ടെന്നുണ്ടെങ്കിൽ എടുത്ത് സംഘടനാ നടപടി എടുത്ത് പുറത്താക്കാൻ വേണ്ടി തയ്യാറാവുന്നില്ല. ഇതാണ് ഇവരുടെ ഉത്തരവാദിത്തപ്പെട്ട ലീഡർഷിപ്പ്. ഇന്നിപ്പോ കേരളം ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, മലപ്പുറത്തെ KSU ജില്ലാ സെക്രട്ടറി പരാതി കൊടുത്തിരിക്കുകയാണ്. ആർക്കെതിരെ പരാതി? എറണാകുളത്തെ KSU ജില്ലാ പ്രസിഡന്റിനെതിരെ. മലപ്പുറത്തെ KSU ജില്ലാ സെക്രട്ടറി നിയാസ് എറണാകുളം ജില്ലാ പ്രസിഡന്റ് കൃഷ്ണലാലിനെതിരെ പരാതി കൊടുത്തിരിക്കുക. എന്താ പരാതിക്കാസ്പദമായ സംഭവം? കൃഷ്ണലാല് മദ്യപിച്ച് ലക്ക് കെട്ട് നിയാസിനെ തട്ടിക്കൊണ്ടുപോയി ഇന്നലെ എറണാകുളം നഗരത്തില് മഹാരാജാസ് കോളേജിന്റെ ഹോസ്റ്റലിന്റെ പരിസരത്തിട്ട് അതിക്രൂരമാംവിധം മർദ്ദിച്ചു. നിയാസ് KPCC പ്രസിഡന്റിനും KSU പ്രസിഡന്റിനൊക്കെ കൊടുത്തിട്ടുള്ള പരാതി പുറത്തേക്ക് വന്നല്ലോ. പരാതി നമ്മൾ കണ്ടില്ലേ? എന്നാ നിയാസിന്റെ പരാതി? ഞാൻ ഇന്നലെ നോമ്പ് നോറ്റിരിക്കുന്നു. എനിക്കിന്നലെ നോമ്പുമായി ബന്ധപ്പെട്ട് ക്ഷീണമായി. ഞാൻ നോമ്പ് തുറക്കുന്നതിന് വേണ്ടി നിസ്കരിക്കുന്നതിന് വേണ്ടിയും തൊട്ടടുത്തുള്ള പള്ളിയിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുന്ന സമയത്ത് KSU ജില്ലാ പ്രസിഡന്റും സംഘവും വന്ന് എന്നെ ബലമായി പിടിച്ച് കാറിനകത്തിട്ട് കൊണ്ടുപോകുന്നത്. അവരോട് ഞാൻ ആവർത്തിച്ചു പറഞ്ഞു, ഈ പറഞ്ഞ പോലെ എനിക്ക് നോമ്പാണെന്ന് പറഞ്ഞവർ കേൾക്കാൻ തയ്യാറായില്ല. KSU ജില്ലാ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ മദ്യപിച്ചിരുന്നു. അവരുടെ മണം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു. ആ മണം എനിക്ക് പ്രയാസം അനുഭവപ്പെട്ടു. അതെനിക്ക് പുതിയ അനുഭവമല്ല. ഇതിനു മുൻപും പല ഘട്ടത്തിൽ ഇതിലും മോശമായ സാഹചര്യത്തിൽ KSUവിന്റെ ജില്ലാ പ്രസിഡന്റിനെ ഞാൻ കണ്ടിട്ടുണ്ട്. പറയണതാര മലപ്പുറത്തെ KSUവിന്റെ ജില്ലാ സെക്രട്ടറി. എന്നിട്ട് ചെയ്തതെന്താ? എന്നൊരു മൂലയിൽ കൊണ്ടുപോയിട്ട് മർദ്ദിച്ചു. അതിക്രൂരമാം വിധം മർദ്ദിച്ചു. ഈ പറഞ്ഞ പോലെ നിലത്ത് വീണ് കിടന്ന് എന്റെ മുഖത്തേക്ക് കാർക്കിച്ചു തുപ്പി ആര്? KSUവിന്റെ ജില്ലാ പ്രസിഡന്റ്. എന്നിട്ട് പറയുകയാണത്ര എറണാകുളം ജില്ലയിലേക്ക് ഇനി പ്രവേശിച്ചു കഴിഞ്ഞാൽ കൊന്നുകളയും പോലും. ഇത് പറയാണ് ആര്? KSU ജില്ലാ പ്രസിഡന്റ്. ഇവരെന്തെങ്കിലും നടപടി എടുക്കുന്നുണ്ടോ? പരാതി കിട്ടിയല്ലോ, പരാതി പൊതുസമൂഹത്തിന്റെ മുൻപിലുണ്ടല്ലോ, ഒരു നടപടി എടുക്കുമോ? ഞാൻ പ്രതീക്ഷിക്കുന്ന നടപടി എന്നുള്ളത് ഈ നിയാസിനെ തല്ലിയ കൃഷ്ണലാൽ ഉൾപ്പെടെയുള്ള ആളുകൾക്കെതിരെ നടപടിയൊന്നും ഉണ്ടാവില്ല. കള്ളു കുടിച്ച് ലെക്ക് കെട്ട് ക്യാമ്പസുകളിൽ കൂടെ കയറി ഇറങ്ങി നടക്കുന്ന കൃഷ്ണലാലിനെതിരെയും സംഘത്തിനെതിരെയും ഇവരുടെ നടപടിയൊന്നും ഉണ്ടാവില്ല. പകരം പരാതി കൊടുത്ത നിയാസിനെ മിക്കവാറും KSUവിൽ നിന്ന് പുറത്താക്കും. സമാനമായ അനുഭവമായിരുന്നല്ലോ KSUവിന്റെ സംസ്ഥാന പഠന ക്യാമ്പിൽ നമ്മൾ കണ്ടത്. സംസ്ഥാന പഠന ക്യാമ്പില് ഇവര് ചാരായ അടിച്ച് കഞ്ചാവ് അടിച്ച് കള്ളു കുടിച്ചിട്ട് തമ്മിൽ തല്ലി തല പൊളിച്ചു. നിരവധി ആളുകൾ ആശുപത്രിയിലായി. അതുമായി ബന്ധപ്പെട്ട പരാതി പുറത്തേക്ക് വന്നു. അതിന്റെ തുടർച്ചയിൽ എന്തുണ്ടായത്? KSUവിന്റെ തന്നെ ഒരു സംസ്ഥാന ഭാരവാഹി മാധ്യമങ്ങളെ കണ്ട് പരാതി ഉന്നയിച്ചോടെ KSU സംസ്ഥാന പ്രസിഡന്റ് വന്നപ്പോ അദ്ദേഹത്തിന്റെ വാഹനത്തിനകത്ത് വാറ്റ് ചാരായം കണ്ടു എന്നുള്ളത് KSUവിന്റെ സംസ്ഥാന ഭാരവാഹി പരാതിയായി പറഞ്ഞത്. ഇവരെന്താ ചെയ്തത്? അത് പരിശോധിക്കണോ? ഇതല്ലോ. ആ പരാതി ഉന്നയിച്ച ആളെ KSUവിൽ നിന്ന് നടപടിയെടുത്ത് പുറത്താക്കി. അപ്പൊ ഈ ആളുകളാണ് ഈ പറഞ്ഞ പോലെ മാധ്യമങ്ങളുടെ മുൻപിൽ വന്നു നിന്ന് ഈ വർത്തമാനം അത്രയും പറയുന്നത്. ഇപ്പൊ രമേശ് ചെന്നിത്തലയും VD സതീശനും നാളെ മാധ്യമങ്ങളെ കണ്ട് പറയുന്നുണ്ടാകും KSUവിന്റെ മലപ്പുറം ജില്ലാ സെക്രട്ടറിയെ KSUവിന്റെ എറണാകുളം ജില്ലാ പ്രസിഡന്റ് അടിച്ചതിന്റെ പുറത്ത് SFIയെ പിരിച്ചുവിട്ട് കളയണം. ഇതാണ് ഒരു തരത്തിലുള്ള ഉത്തരവാദിത്വവും ഇല്ലാതെ ഈ നിലക്കുള്ള അരാജക പ്രവർത്തനങ്ങൾക്ക് ആകെ നേതൃത്വം കൊടുത്തുകൊണ്ടിരിക്കുകവര്. ഇതിന് നേതൃത്വം കൊടുക്കുന്നു. ഇതിനെ ചോദ്യം ചെയ്യുന്ന ഘട്ടത്തില് ഇവര് കഥ പറയും. ഇപ്പൊ നേരത്തെ തന്നെ കോൺഗ്രസിന്റെ പ്രതിനിധി പറഞ്ഞ കഥകൾ എന്താ? ഒന്ന്, കോട്ടയം നഴ്സിംഗ് കോളേജില് SFIക്കും സംഘടനാ ഘടകമില്ല, KSUവിനും ഘടകമില്ല, മറ്റൊരു വിദ്യാർത്ഥി സംഘടനയ്ക്കും ഘടകമില്ല. അവിടെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന മറ്റൊരു സംഘടനയാണ് KGNS. ഇയാൾ പറയുന്നു അത് SFIയുമായി അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള സംഘടനയാണെന്ന്. SFIയിൽ ഏതെങ്കിലും സംഘടന അഫിലിയേറ്റ് ചെയ്യുന്നത് KPC ആഫീസിൽ നിന്ന് കത്ത് വാങ്ങിയിട്ടല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കോ. ഈ സംഘടനയുമായി ഞങ്ങൾക്കൊരു ബന്ധമില്ല എന്നുള്ളത് ഞങ്ങൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാ. നേരത്തെ അതിന്റെ കൂട്ടത്തിൽ അദ്ദേഹം പറഞ്ഞു പൂക്കോട് ക്യാമ്പസിന്റെ വിഷയത്തിനകത്ത് എത്രയോ ചർച്ച നമ്മൾ നടത്തിയത് അന്വേഷണ സംഘങ്ങൾ അന്വേഷിച്ചല്ലേ.
അന്വേഷിച്ചിട്ട് കണ്ടെത്തിയത് എന്താ? സിദ്ധാർത്ഥ് എന്ന് പറയുന്ന അവിടെ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥി, ആ ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥിയുടെ അതിന് തൊട്ടു മുൻപുണ്ടായിരുന്ന സർവത്ര ചരിതങ്ങളും അന്വേഷണ ഏജൻസികൾ, ഞങ്ങളല്ല കേട്ടോ, CBI ഉൾപ്പെടെ കണ്ടെത്തി പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോ ഈ തെറ്റായ കാര്യങ്ങൾ പറഞ്ഞ് സമൂഹത്തിനകത്ത് തെറ്റിദ്ധാരണ പരത്തി കേരളത്തിലെ ചില വലതുപക്ഷ മാധ്യമങ്ങളുടെ പിന്തുണയുണ്ട്. ഇപ്പൊ മനോരമയുടെയും മാതൃഭൂമിയുടെയും മറ്റും പിന്തുണയുണ്ട്. അവരിങ്ങനെ ഞങ്ങളെ താലോലിച്ചുകൊള്ളും എന്നുള്ളതിന്റെ പുറത്ത് എന്ത് പച്ചക്കള്ളവും പൊതുസമൂഹത്തിനകത്ത് പറഞ്ഞ് ഈ നിലയിലുള്ള ലഹരി മാഫിയ സംഘങ്ങൾക്ക് പിന്തുണ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഏർപ്പാട് അവസാനിപ്പിക്കാൻ വേണ്ടി പ്രതിപക്ഷ നേതാവ് മുതൽ മുൻ പ്രതിപക്ഷ നേതാവ് മുതൽ ഇപ്പൊ ഈ ചാനൽ ചർച്ചയ്ക്കകത്ത് വന്ന് പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന യൂത്ത് കോൺഗ്രസിനെയും നേതാവ് വരെ തയ്യാറായിട്ടില്ല എങ്കിൽ, ഈ വിപത്തിനെതിരെ നിലപാട് സ്വീകരിച്ചിട്ടില്ല എങ്കിൽ MDMA-യേക്കാൾ രാസലഹരിയേക്കാൾ കൊടിയ വിഷമാണ് കേരളത്തിലെ കോൺഗ്രസും KSU എന്ന് പൊതുസമൂഹം വിധി എഴുതും എന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊള്ളുക. ശരി, PM മാർഷോ, വളരെ നന്ദി പ്രതികരിച്ചതിന്.